നമസ്കാരം. നരേന്ദ്രമോദി അധികാരമേറ്റപ്പോൾ തന്നെ ഇതാ RSS പിടിമുറുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ ലഭിക്കുകയാണ്. അധികാരമേറ്റ് ഇതാ രണ്ടാം ദിവസമായി കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിക്ക് RSSൻ്റെ ഒരു മുന്നറിയിപ്പുണ്ടാകും. മണിപ്പൂരിൽ പരിഹാരമുണ്ടാകണം, പ്രതിപക്ഷത്തെ ശത്രുക്കളായി കാണരുത്. മോഹൻ ഭാഗവത് തുറന്നടിച്ചിരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് അധികാരമേറ്റുള്ള മൂന്നാം മോദി സർക്കാരിന് മുന്നിൽ നിർദ്ദേശവും വിമർശനവുമായിട്ടാണ് RSS എത്തിയിരിക്കുന്നത്. ഒരു വർഷമായി കത്തുന്ന മണിപ്പൂരിൽ പരിഹാരം വേണമെന്നതാണ് പ്രധാന നിർദ്ദേശം. ഒപ്പം പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം കേൾക്കണമെന്നും നാഗ്പൂരിൽ നടന്ന RSSൻ്റെ സമ്മേളനത്തിൽ മോഹൻ ഭാഗവത് നിർദ്ദേശം നൽകിയിരിക്കുന്നു. പ്രതിപക്ഷത്തെ ശത്രുവായി കാണരുത് എന്നുള്ളതാണ് RSS വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മണിപ്പൂരിൽ സമാധാനം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നതും RSSൻ്റെ ആവശ്യങ്ങളൊന്നാണ്. ഒരു വർഷമായി മണിപ്പൂർ കത്തുകയാണ്. പ്രശ്നപരിഹാരത്തിന് സർക്കാർ മുൻഗണന നൽകേണ്ടതുണ്ട് എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. നാഗ്പൂരിൽ നടന്ന RSS സമ്മേളനത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ടതാണ്. അത് കേൾക്കണമെന്ന് പറഞ്ഞ RSS നേതൃത്വം പ്രതിപക്ഷത്തെ ശത്രുവായി കാണേണ്ടതില്ല എന്നുകൂടി പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSS അനാവശ്യമായി ചർച്ചകളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കപ്പെട്ടു. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നുവെന്നും മോഹൻ ഭാഗവത് വിമർശനം ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ അധികാരമേറ്റ് രണ്ടാം ദിവസം പിന്നിടുമ്പോൾ തന്നെ RSSന് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കേണ്ടി വന്നത്? ചിന്തിക്കേണ്ടതാണ്. രണ്ട് വട്ടം 2014-ലും 2019-ലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് ഏറുമ്പോൾ നട്ടല്ലായി അതിൻ്റെ അച്ചുതണ്ടായി പ്രവർത്തിച്ചിരുന്നത് RSS എന്ന് പറയപ്പെടുന്ന സംഘടനയായിരുന്നു. ആ RSS എന്ന് പറയപ്പെടുന്ന സംഘടന തന്നെ 2024 തെരഞ്ഞെടുപ്പിലും അച്ചുതണ്ടായി പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ എവിടെയോ ചില കുഴപ്പങ്ങൾ BJPക്കുള്ളിൽ ഉണ്ടായതുകൊണ്ട് തന്നെ BJPയുടെ അധ്യക്ഷനായിട്ടുള്ള JP നദ്ദ അദ്ദേഹം പറഞ്ഞ വാക്ക് RSS ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പാർട്ടിയായി, രാഷ്ട്രീയ പ്രസ്ഥാനമായി BJP വളർന്നു കഴിഞ്ഞു എന്നുള്ള വാദം, അതാണ് ഈ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് 2024 ഫലപ്രഖ്യാപനം വന്നപ്പോൾ 240 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതിവിശേഷം BJPക്ക് ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് BJP കേന്ദ്രങ്ങൾ അടക്കം ഇപ്പോൾ പറയുന്നത്. കാരണം RSSനെ മാറ്റി നിർത്തിക്കൊണ്ട് BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മുൻപും 100 വർഷം പഴക്കമുള്ള ഈ സംഘടന, RSS എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘടന, ആ സംഘടനയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് BJP എന്നും അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അത് ഇന്നെന്നല്ല, മുൻപ് വാജ്പേയിയുടെ ഭരണകാലം തൊട്ടിങ്ങോട്ട് എപ്പോഴും RSSൻ്റെ പിന്തുണയോടുകൂടി മാത്രമാണ് BJPക്ക് അധികാരത്തിലെത്താൻ കഴിയൂ. ആ BJPക്ക് ഒരിക്കലും RSSനെ പിണക്കിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും അധികാരത്തിലെത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് 2024 ഫലപ്രഖ്യാപനം കഴിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ BJP. അതുകൊണ്ട് തന്നെയാണ് RSSൻ്റെ നിലപാടുകളിൽ അണുകിട വ്യത്യാസം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകേണ്ടി വരും. RSS പറയുന്നതനുസരിച്ച് ഭരിക്കേണ്ടി വരും. വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ മോഹൻ ഭാഗവതിൻ്റെ ഭാഗത്തു നിന്നും RSSൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. തെറ്റുകൾ സംഭവിക്കുമ്പോൾ തിരുത്തലുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. മാത്രമല്ല, ഇവിടെ മണിപ്പൂരുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരമുണ്ടാകണം. 2, പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കരുത്, അവരെ പ്രവർത്തിക്കുവാൻ അനുവദിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളുടെ വലിയ നിർദ്ദേശമാണ് ഇപ്പോൾ RSS BJPക്ക് NDA മുന്നണിക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മോഹൻ ഭാഗവതിൻ്റെ ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ചേ പറ്റൂ. അതിൽ കുറഞ്ഞതൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അധികാരം NDAക്കും BJPക്കോ ആണെങ്കിൽ കൂടിയും അതിൻ്റെ പിന്നിലെ അച്ചുതണ്ട് എന്ന് പറയപ്പെടുന്നത് RSS തന്നെയായിരിക്കും. ആ RSSൻ്റെ നീക്കങ്ങളും RSSൻ്റെ ഇടപെടലുകളുമായിരിക്കും ഇനി മുന്നോട്ട് NDA നയിക്കുക.